ഹായ് ഓൾ. 2026 മികച്ച ഒരു സാധ്യത ഐസർ. ഇന്ത്യയിലെ 7 ഐസർ സ്ഥാപനങ്ങളിലായിട്ട് ഏതാണ്ട് 13ഓളം BSMS പ്രോഗ്രാംസ്. ധാരാളം സംശയങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. എന്തിന് ഐസർ ചൂസ് ചെയ്യണം? എന്താണ് ഐസർ? ഐസറിലെ ഈ റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് പറ്റിയതാണോ തിരഞ്ഞെടുക്കുക? ഇതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകൾ എന്തെല്ലാമാണ്? അതിനുശേഷം എങ്ങനെയാണ് ഈ കൗൺസിലിംഗ് പ്രോസസ്സ്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ജോബി സെബാസ്റ്റ്യൻ സാറാണ്. സാർ, 2026 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 7-ാം തീയതി ആയിരുന്നു എക്സാം. റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ആദ്യ റൗണ്ട് കൗൺസിലിംഗ്, അതായത് ചോയ്സ് ഫില്ലിങ്, ഇപ്പോൾ ഈ ജൂലൈ 9-ാം തീയതി വരെയാണ് ഇവർ സമയം കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഇത്രയധികം ഐസറുകളിലെ പ്രോഗ്രാമുകൾക്ക് ഇവർക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാം. എന്താണ് സാർ ഐസർ? ഇന്ത്യയെ സംബന്ധിച്ച് സയൻസ് റിസർച്ചിന് നമുക്ക് അറിയപ്പെടുന്ന, വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ബാംഗ്ലൂരുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ മുൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് റൂറൽ മേഖലയിൽ ബേസിക് സയൻസും അതിൻ്റെ റിസർച്ചും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനങ്ങളാണ് ഐസറുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പോൾ അതിൽ നമുക്ക് പേരിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ക്ലിയറാണ്. ആദ്യം 5 ഐസറാണ് ഉണ്ടായിരുന്നത്. ശരി. നമ്മുടെ തിരുവനന്തപുരത്ത് ആദ്യം തന്നെ വന്ന ഐസറാണ്. തിരുവനന്തപുരത്തും പൂനെയിലും പഞ്ചാബിലെ മൊഹാലിയിലും ഭോപ്പാലിലും കൽക്കട്ടയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് 2 ഐസറും കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഒന്ന് ബെരാംപൂറും മറ്റൊന്ന് തിരുപ്പതിയിലുമാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 7 ഐസറുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാംസാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ബേസിക് സയൻസിലുള്ള 4 സബ്ജക്റ്റ്, ഇപ്പം മാത്സും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തും. മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ഇപ്പോൾ ഡേറ്റാ സയൻസും, അതുപോലെ ഈ വർഷം മുതൽ ജിയോളജി വരുന്നുണ്ട്. മൊഹാലിയിൽ എൻവയോൺമെൻറ്റൽ സയൻസ്, അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 സബ്ജക്റ്റാണ് മെയിനായിട്ട് എല്ലാ ഐസറിലും ഉള്ളത്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു രീതിയിൽ അക്കാഡമിക്സൊക്കെ തയ്യാറാക്കി റിസർച്ചിലേക്കും കുട്ടികളെ ഫോക്കസ് ചെയ്യുക. അതാണ് മെയിൻ ഫോക്കസ്. ആ പേര് തന്നെ. ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡിഗ്രി PG ആണോ? 5 ഇയർ BSMS 5 ഇയർ മാസ്റ്റേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ആദ്യം പറഞ്ഞ പോലെ തന്നെ സംശയങ്ങളുണ്ട്. ഇത് പഠിച്ചിട്ട് എന്താ കാര്യമുണ്ടോ? നേരത്തെ പഠിച്ച പലരും ഇതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ജോലി സാധ്യതകൾക്ക് അല്പം കുറവുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒരു സംശയമായിരുന്നു ഒരു കഴിഞ്ഞ 2 വർഷങ്ങൾ മുമ്പ് വരെ. പക്ഷേ അതും മായ്ക്കുന്ന ഒരു പ്രകടനമാണ് നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് കാണാൻ. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം ഐസലിനാണെങ്കിലും നമ്മൾ ഐസ്ക്വയർ സയൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഈ സയൻസിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ ഡാറ്റാ സയൻസും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോലിയുടെ കാര്യത്തിൽ നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലം ഇപ്പം നമുക്ക് ഇല്ല. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് മേഖലകൾ ഐസറിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴും നമുക്ക് ഐസർ പ്രൊമോട്ട് ചെയ്യുന്ന റിസർച്ച് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോഴും പോകുന്നത് റിസർച്ചിലേക്കാണ്. പക്ഷേ റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അബ്രോഡുള്ള റിസർച്ചാണ് കൂടുതലും കിട്ടുന്നത്. അത് ഫുള്ളി ഫണ്ടഡാണ്, സ്കോളർഷിപ്പോട് കൂടിയുള്ള റിസർച്ചാണ്. ഈവൻ പിള്ളേരുടെ കുട്ടികളെ അവരിങ്ങോട്ട് പോകുന്ന കുട്ടികളുടെ ഫെയർ വരെ, എയർ ഫെയർ വരെ, അതുവരെ വരുന്ന രീതിയിലുള്ള ഫുൾ ഫണ്ടഡ് സ്കോളർഷിപ്പാണ് കിട്ടുന്നത്. അത് കിട്ടുന്ന MIT-ലോ മാക്സ് പ്ലാങ്കിലോ സ്റ്റാൻഫോർഡിലോ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് കിട്ടുന്നത്. ജോൺ ഹോപ്കിൻസ് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് ഈ പറയുന്ന റിസർച്ചിനുള്ള അവസരം അവർക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത്. ഇനി അങ്ങനെ അബ്രോഡ് പോകാൻ താല്പര്യമില്ലാത്തവർ, ഇന്ത്യയിൽ റിസർച്ച് ആഗ്രഹിക്കുന്ന കുട്ടികൾ, അവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കാണുന്നത് നമ്മുടെ IISc-ൽ ഉണ്ട്, ബാർക്കിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പോലെ TIFR-ൽ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് TIFR-ലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് ഇന്ത്യയിൽ അവരുടെ റിസർച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത് പറയാവുന്നത് ഈ റിസർച്ച് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന അങ്ങോട്ടേക്ക്. അപ്പം ഏത് തരത്തിലുള്ള കുട്ടികളായിരിക്കണം ഐസർ ഓപ്റ്റ് ചെയ്യുന്നുള്ളതിന് ഉത്തരം അത് തന്നെയാണ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഇതിനൊരു കരിക്കുലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കരിക്കുലം? 5 വർഷം എങ്ങനെയാണ് ഇത് പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നത്? നമ്മൾ പറയും ഇൻ്റർ ഡിസിപ്ലിനറി ആണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 വർഷം 4 സയൻസ് സബ്ജക്റ്റും പഠിച്ചിരിക്കണം. ശരി, 4 സെമസ്റ്റർ, 4 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി. അതിനുശേഷം അവിടെ നമുക്കൊരു ചോയ്സ് ഇല്ല. 4 പഠിക്കാം. പിന്നീട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക്
ഇപ്പം ബയോളജിക്കലിലേക്കോ കെമിക്കലിലേക്കോ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. നമ്മുടെ അവിടുത്തെ പെർഫോമൻസ് CGPA ഒക്കെ നോക്കി നമ്മുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് തരുന്ന പോലെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ പിന്നീട് 4-ാമത്തെ വർഷം നമുക്ക് മൈനർ പ്രോജക്റ്റ് ഉണ്ടാവും. 5-ാമത്തെ വർഷം ഫുൾ പ്രോജക്റ്റാണ്. അതിപ്പോൾ അബ്രോഡ് വരെ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ശരി ശരി ശരി. അല്ലെങ്കിൽ ഇന്ത്യയിലെ നേരത്തെ സൂചിപ്പിച്ച ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് പ്രോജക്റ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഡിറ്റർമിനേഷൻ ഉള്ള കുട്ടി ആയിരിക്കണം. കാരണം എന്താണ് ഞാൻ പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഫോക്കസ്ഡ് ഉള്ള ആളും ആയിരിക്കണം. കാരണം അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യും. വേൾഡ് ക്ലാസ് എക്യുപ്മെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നറിയാൻ വേണ്ടി ഇത് സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് റിസർച്ച് ഒന്നാമതായിട്ട് പറയാം. രണ്ടാമതായിട്ട് കോർപ്പറേറ്റ് വേൾഡിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. ഒരു 5 മുതൽ 10% വരെ മാക്സിമം കുട്ടികൾ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് പോകും. കോർപ്പറേറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലാണ്. നമ്മുടെ ഭാരത് ബയോടെക്കിലുണ്ട്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, അതുപോലെ ഡോക്ടർ റെഡ്ഡീസിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ R&D ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അവിടെ റിസർച്ച് അസിസ്റ്റൻറ്റ് റോളുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ കുറേയൊക്കെ ഉണ്ട്, ബയോടെക് ഇൻഡസ്ട്രിയിലുണ്ടാവും, കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊരു സാധ്യത നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവർ പലപ്പോഴും റിസർച്ച് അസോസിയേറ്റുകളെ അല്ലെങ്കിൽ റിസർച്ച് സയൻറ്റിസ്റ്റുകളെ അന്വേഷിക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ ബാർക്ക്, അതുപോലെ DRDO, ISRO, ISRO, ഇവിടെയൊക്കെ റിസർച്ച് അസോസിയേറ്റുകൾ ആവശ്യം. ഇനിയിപ്പോൾ അത് കൂടും. നമ്മുടെ IST പോലെ അവർ റിസർച്ച് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്ന പല കുട്ടികളുമുണ്ട്. അപ്പോൾ അതൊരു സാധ്യതയായിട്ട് നമുക്ക് പറയാനായിട്ട് വരും. പിന്നെ നമുക്ക് പറയാവുന്നത് ഐസറിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ഇപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് IAS, IPS, IRS പോലെയുള്ള. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്ക് ഇവർക്കൊരു അല്പം എഡ്ജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റിസൾട്ട് നോക്കുമ്പോൾ ഫോറസ്റ്റ് സർവീസിലേക്ക് അവർ കൂടുതൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ടീച്ചിങ് മേഖലയിലോട്ടുള്ള ടീച്ചിങ് വലിയ സാധ്യതയാണ്. കാരണം ഇൻ ഡെപ്ത് വളരെ നന്നായിട്ട് ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്സും കെമിസ്ട്രിയും അതുപോലെ ഈ 2 വർഷം എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഡിസിപ്ലിനറി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സബ്ജക്ട് നോളജ് വളരെ ഇൻ ഡെപ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിസർച്ച് ഓറിയൻറ്റേഷൻ കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് സബ്ജക്റ്റ് അറിയാം. അതുകൊണ്ട് ടീച്ചിങ്ങിലും അതിലും പ്രധാനമായിട്ട് കോച്ചിങ്ങിലാണ്. നമുക്കൊരു സാധാരണ ഒരു പ്ലേസ്മെൻ്റ് കിട്ടുമ്പോൾ പാക്കേജ് ഒരു 10 lakh ഒക്കെയാണ്. പക്ഷേ കോച്ചിങ് ഇൻഡസ്ട്രി നമുക്കറിയാം 20 above പാക്കേജുകളാണ് നല്ല സ്ഥാപനങ്ങളൊക്കെ എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു സാധ്യതയുണ്ട്. തന്നെയല്ല പല കുട്ടികളും ഈ നെറ്റ് JRF ക്ലിയർ ചെയ്തിട്ട് കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു മേഖലയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന, ഇപ്പം ക്യാറ്റൊക്കെ എഴുതി മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് മാറുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും എന്ന് പറഞ്ഞ പോലെ തിരിയാനുള്ള അവസരങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ 7 ഐസറുകളെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു പ്രിഫറൻസ് ഓർഡർ കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നമ്മൾ ഐസറുകൾ എടുക്കുമ്പോൾ IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഐസറുകൾക്ക് അപ്പുറം 1-2 സ്ഥാപനങ്ങൾ നമ്മൾ അത് പറയാതിരിക്കാൻ പറ്റും, പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ഐസറുകൾക്ക് മുകളിലാണ് അതെല്ലാ കാര്യങ്ങളും. അത് ഈ കൗൺസിലിംഗ് വഴിയല്ല, സെപ്പറേറ്റ് ആണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് ഐസർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് വേണം. തീർച്ചയായിട്ടും. അപ്പോൾ IIT റാങ്ക് അനുസരിച്ച്, ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് അനുസരിച്ച് ഐസറുകളിലല്ലാതെ എവിടെയൊക്കെയാണ് നമുക്ക് സാധ്യതകളുള്ളത്? അപ്പം ഈ IITയുടെ ടോപ്പേഴ്സ്, ഏറ്റവും ടോപ്പിൽ വരുന്ന ആളുകൾ പോകുന്നത് IASCയിലേക്കാണ്. കാരണം റിസർച്ച് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇത് പരീക്ഷ എഴുതുന്നത് തന്നെ. അപ്പം IASCയിലെ 4 year BS അല്ലെങ്കിൽ 5 year ആണെങ്കിൽ MS നമുക്ക് കിട്ടും. IASCയിലെ പ്രോഗ്രാമിനും IASCയിലെ നമുക്കറിയാം ഇപ്പോൾ 2 ചാനലേ ഉള്ളൂ. ഒന്ന് JEE അഡ്വാൻസ്ഡും മറ്റൊന്ന് IIT ആണ്. അപ്പോൾ IASCയിലാണ് ടോപ്പ് റാങ്കേഴ്സ്. ഒരു 215 മുകളിൽ കിട്ടിയ കുട്ടികൾ മിക്കവാറും ആ ഒരു ലെവലിലേക്കാണ് പോയി കാണുന്നത്. രണ്ടാമത് നമുക്ക് പറയാവുന്നത് നമ്മുടെ IIT മദ്രാസാണ്. IIT മദ്രാസിൽ 2-3 വർഷമേ ആയുള്ളൂ പ്രോഗ്രാം തുടങ്ങിയിട്ട്. മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം, വേണമെങ്കിൽ അതിനപ്പുറം മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ്. അതാണ് രണ്ടാമതായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടേക്കും സാറ് പറഞ്ഞ പോലെ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. പിന്നെ അവിടെ കഴിഞ്ഞ വർഷം മുതൽ BS കെമിസ്ട്രി 4 year ആരംഭിച്ചിട്ടുണ്ട്. അപ്പം മദ്രാസ് IITയിലെ ഒരു BS പ്രോഗ്രാമാണ്. അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ട് അതും തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ IIT ഗുവാഹട്ടിയിൽ ബയോമെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പം ഗുവാഹട്ടി IIT നമുക്കൊരു മദർ IIT തന്നെയാണ്. ഗുവാഹട്ടി IITയിലെ 4 year പ്രോഗ്രാമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണെങ്കിലും
നമുക്ക് കൊൽക്കത്തയിലുണ്ടോ? IACS കൊൽക്കത്തയിലും IIT വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. അത് 5 ഇയർ പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് IACS ഇതിന് താഴേക്ക്, കാരണം 4 ഇയർ പ്രോഗ്രാം IIT-കളിലുള്ളപ്പോൾ കുട്ടികൾ അതിലേക്ക് വരുന്നില്ല. അപ്പം കഴിഞ്ഞ വർഷം മുതലാണ് IACS-ലേക്കുള്ള അത് അവർക്കും വേറെ അപ്ലൈ ചെയ്യണം. അതും ഈ പറയുന്ന ഐസർ വഴിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഐസറിന്റെ കൗൺസിലിംഗിലോട്ട് വന്നു കഴിഞ്ഞാൽ ഐസറുകളെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യും. ഐസറിലേക്ക് നമ്മൾ വരുമ്പോൾ വർഷങ്ങളായിട്ട് പൂനെ ഐസറാണ് നമുക്ക് 1ാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്നത്. ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പൂനെ ഐസർ. അപ്പോൾ പൂനെ ഐസറിന് നമുക്ക് 1ാമത് കൊടുക്കാം. 2ാമത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഭോപ്പാലിൽ നമുക്ക് 3 തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് BTech, മറ്റൊന്ന് എക്കണോമിക്സ് പറഞ്ഞാൽ എക്കണോമിക്കൽ സയൻസ് എന്നും പറഞ്ഞ എക്കണോമിക്സ് ഉണ്ട്. 3ാമതാണ് നമുക്ക് ഈ BSMS. അപ്പോൾ ഈ 3 പ്രോഗ്രാം ഉള്ളതിൽ BTech ആണ് അവിടെ ഏറ്റവും സാധ്യത. പ്ലേസ്മെൻ്റ് കൂടെ ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഐസറിനെ സംബന്ധിച്ചൊരു പരാതി അതാണ്, പ്ലേസ്മെൻറ്റുകളില്ല. ഞങ്ങൾ റിസർച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പൂനെ ഐസറിന് ശേഷം നമുക്ക് ഒന്നുകിൽ ഭോപ്പാൽ, പക്ഷേ ഇനി 5 ഇയർ BSMS ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കൊൽക്കത്ത പോയിട്ടങ്ങ് പോയാൽ മതി. അപ്പോൾ നമുക്കൊരു ഓർഡറിലേക്ക് വന്ന 2ാമത് കൊൽക്കത്ത തന്നെ പറയാം. കൊൽക്കത്തയിൽ ഒരു പ്രോഗ്രാം പുതുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ആരംഭിച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം, കമ്പ്യൂട്ടേഷൻ ഡാറ്റ സയൻസ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡാറ്റ സയൻസ് എന്ന പ്രോഗ്രാം സീറ്റുകൾ വളരെ കുറവാണ്. പക്ഷേ നമുക്ക് ആ പേരിൽ തന്നെ അറിയാം, കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡാറ്റ സയൻസ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി ഈ പ്രോഗ്രാമിന് ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാല്യൂ കൂടുതലുണ്ടെന്ന് പറയാം. അതുകൊണ്ട് വേണമെങ്കിൽ 2ാമത് പൂനെ ഐസറിന് ശേഷം എനിക്ക് തോന്നുന്നത് 2ാമത് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന പ്രോഗ്രാം ഈ കൊൽക്കത്ത, ഇത് നമുക്ക് സെപ്പറേറ്റ് ഓപ്റ്റ് ചെയ്യാം. ഈ ഒരു പ്രോഗ്രാമാണ്, മറ്റേത് BSMS ആയിട്ട് പോകും. അപ്പോൾ 2ാമത് വേണമെങ്കിൽ ഈ കൊൽക്കത്തയിലെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റാ സയൻസ്, അങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ പേര്, അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. 3ാമത് കൊൽക്കത്തയിലെ ഫിസിക്സിന് വളരെ നല്ല സ്ഥാപനമാണ്, പണ്ട് പോലെ അറിയാം. അതുകൊണ്ട് 3ാമത് കൊൽക്കത്ത തന്നെ BSMS എടുക്കാം. 4ാമതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭോപ്പാലിലെ BTech-ലേക്ക് പോകാം, BTech തന്നെ കൊടുക്കാം. 5ാമതായിട്ട് നമുക്ക് ഭോപ്പാലിലെ എക്കണോമിക് സയൻസ് കൊടുക്കാം. കാരണം എക്കണോമിക് സയൻസ് BSന് ശേഷം ഫിൻടെക് സെക്ടറിലേക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഹയർ സ്റ്റഡീസിനൊക്കെ സാധ്യതകളുള്ളതുകൊണ്ട് കുട്ടികൾ അവിടുത്തെ BSMS-നേക്കാളും ഒരു പക്ഷേ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് എക്കണോമിക് സയൻസ് ആണ്. അതുകൊണ്ട് എക്കണോമിക് സയൻസിലേക്ക് പോകും. അടുത്തത് അവിടുത്തെ തന്നെ BSMS. അപ്പോൾ നമുക്ക് 3 ഐസറുകളായി, നമ്മുടെ പൂനെയായി, കൊൽക്കത്തയായി, ഭോപ്പാലായി. ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ മൊഹാലി ഐസറാണ്. ഈ മൊഹാലി ഐസറിലെ പ്രോഗ്രാം BSMS ചിലപ്പോൾ മൊഹാലി നമുക്കറിയാം ഒരു സിറ്റിയിലാണ്. അപ്പോൾ അതുകൊണ്ട് മൊഹാലിയിലെ പ്രോഗ്രാം വേണമെങ്കിൽ ചില കുട്ടികൾ ചെയ്യാറുള്ളത്, ചില സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഈ ഭോപ്പാലിലെ BSMS-ന് തൊട്ട് മുകളിലായിട്ട് മൊഹാലി കൊടുക്കാറുണ്ട്. തമ്മിൽ എടുത്തു പറയാനുള്ളൊരു വ്യത്യാസമില്ല. ഭോപ്പാലിലെ BSMS ഉദ്ദേശിച്ച ഭോപ്പാലിലെ BSMS, മൊഹാലി BSMS തമ്മിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറി എന്നോർത്ത് വലിയൊരു വ്യത്യാസം അവിടെ പറയാനില്ല. പിന്നെ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരമാണ്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ തിരുപ്പതിയിൽ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് എന്നും പറഞ്ഞു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ സീറ്റ് വളരെ കുറവാണ്. ഒരു സ്പെസിഫിക് പ്രോഗ്രാമാണ്, എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയതുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു റിസർച്ച് ഒരു വലിയ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ തിരുപ്പതിയിലെ ഈ പറഞ്ഞ 4 ഇയർ പ്രോഗ്രാമിന് ശേഷം മാത്രം തിരുവനന്തപുരത്തേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ BSMS ഒരു റിസർച്ച് ആണെങ്കിൽ താല്പര്യമെങ്കിൽ തിരുവനന്തപുരത്തിന് ശേഷം നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാം. അപ്പോൾ തിരുപ്പതിയിലെ ഈ പ്രോഗ്രാമായി. തിരുവനന്തപുരത്തിന് ശേഷം തിരുപ്പതിയിലെ BSMS. ബരാമ്പൂർ നമുക്ക് നിലവിൽ ഈ BSMS പ്രോഗ്രാമാണുള്ളത്. അപ്പോൾ 5 ഇയർ BSMS എന്ന രീതിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ഒരാൾക്ക് ഈ എക്കണോമിക്കൽ ആൻഡ് സ്റ്റാറ്റിക്സ് ഡേറ്റയിലൊക്കെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുമോ? കാരണം തികച്ചും വിഭിന്നമായൊരു മേഖലയാണോ അത്? മാത്സ് പഠിച്ചവർക്ക് മാത്രമേ, നമുക്ക് IIT എഴുതാൻ മാത്സ് നിർബന്ധമില്ല. പക്ഷേ മാത്സ് പഠിച്ചവർക്ക് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ BTech പ്രോഗ്രാമിലും എക്കണോമിക് സയൻസ് പ്രോഗ്രാമുകളിലും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിലും ഒക്കെ അവർക്ക് അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ +2 ലെവലിൽ മാത്സ് പഠിച്ചിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത് കംഫർട്ടബിൾ ആയിരിക്കും, ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കാണും. അതായത്
തീർച്ചയായിട്ടും ഇപ്പോൾ ഓൺലൈൻ അലോക്കേഷൻ പ്രോസസ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ 9-ാം തീയതി വരെയാണ് നമുക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാനുള്ള അവസരം. ഇതിൽ നമുക്ക് മാക്സിമം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. അല്ല ഇനി ഒരെണ്ണമൊക്കെ ആയിട്ടാണ് പണ്ടാണെങ്കിൽ എല്ലാ ഓപ്ഷനും കൊടുത്തേ പറ്റുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, കുട്ടികൾക്ക് സെലക്ട് ചെയ്യുക എത്ര ഓപ്ഷൻസ് കൊടുക്കണം എന്നുള്ളത്. ആ ഓപ്ഷൻസ് പ്രിഫറൻസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഇല്ല. റൗണ്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. മൊത്തം എല്ലാ ഐസറുകളിലെയും സീറ്റുകൾ ഫില്ലാകുന്നിടം വരെ റൗണ്ടുകൾ ചെയ്യും. ചിലപ്പോൾ 10-11 റൗണ്ടുകളൊക്കെ ആയിട്ടായിരിക്കും ചില 1-2 IIT ഐസറിലെ സീറ്റുകൾ ഫില്ലാകുന്നത്. അപ്പം റൗണ്ടുകളുടെ കാര്യത്തിൽ ഇത്ര റൗണ്ടുകൾ എന്നില്ല. ആദ്യത്തെ റൗണ്ട് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നിങ്ങൾക്ക്. അതായത് നമുക്കൊരു സീറ്റ് അലോക്കേറ്റ് ചെയ്താൽ, ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് വന്നു, ഒരു സീറ്റ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കണം. ജനറൽ വിഭാഗത്തിന് 35,000 രൂപയും റിസർവേഷൻ SC ST PW വിഭാഗത്തിന് 17,500 രൂപയുമാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് എന്ന് പറയുന്നത്. അതിനകത്തെ 10,000 രൂപ എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ഡിപ്പോസിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് അവർ പറയുന്നൊരു നിശ്ചിത സമയത്തിനുള്ളിൽ വിഡ്രോ ചെയ്താൽ നമുക്ക് ആ പൈസയും നഷ്ടപ്പെടുകയില്ല, മുഴുവൻ പൈസ തന്നെ റീഫണ്ട് ചെയ്യും. അപ്പോൾ അത് ഓരോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് തൊട്ട് മുമ്പേ പറയുകയുള്ളൂ, നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ലാസ്റ്റ് അവസരമാണിത്. കാരണം മെഡിക്കലൊക്കെ നോക്കുന്നുണ്ട്, അല്ല ഇനി ജോസ സീറ്റിലൊക്കെ അല്ല സീസാബൊക്കെ നോക്കുന്നുണ്ട്. ഈ പ്രോസസ്സിൽ നിന്ന് വെളിയിലോട്ട് വരണം. ക്വിറ്റ് ചെയ്യണമെങ്കിൽ അവർ സാധാരണ 4-ാമത്തെ റൗണ്ടിനൊക്കെ മുമ്പായിട്ടാണ് പറയുന്നത്, അടുത്തത് 4-ാമത്തെ റൗണ്ട് നടക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാനുള്ള അവസരമാണ്. ആ പറയുന്ന ഡേറ്റിന് മുമ്പ് ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഫീസ് പോലും നഷ്ടപ്പെടാതെ ക്വിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ഫൈനൽ റൗണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അടയ്ക്കുന്ന പൈസ മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ റൗണ്ടിലും നമുക്കൊരു സീറ്റ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്നുള്ള ഒരു സെക്ഷൻ ചെയ്യാനുണ്ട്. ഇത് ഒരു കാരണവശാലും നമ്മൾ അലോട്ട്മെൻറ്റിൽ മറന്നു പോകരുത്. സർ, ഈ ഫ്രീസ് ഫ്ലോട്ട് അത് എന്താണ് കുട്ടികൾ ഉപയോഗിക്കേണ്ടത്? ഫ്രീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സീറ്റ് അല്ലെങ്കിൽ ഒരു ഐസറിലെ ഒരു പ്രോഗ്രാം നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടി, ശരി, എനിക്കത് മതി, ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി മറ്റൊരു പ്രോഗ്രാം, അതിന് മുകളിൽ ഞാൻ പല പ്രോഗ്രാം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതാണ്, പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഐസറിലെ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം എനിക്ക് മതി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. മുന്നോട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട, നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് ഫ്രീസ് കൊടുക്കുന്നത്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എനിക്കൊരു പ്രോഗ്രാം കിട്ടിയിരിക്കുകയാണ്, ഓക്കെ, അതെൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ അത് ഓട്ടോ ഫ്രീസാണ്, ഫസ്റ്റ് ഓപ്ഷൻ അല്ല. അപ്പോൾ ഇതിന് മുകളിലുള്ള ഏത് ഓപ്ഷൻ കിട്ടിയാലും ഞാൻ സാറ്റിസ്ഫൈഡ്, എനിക്ക് വേണം, അതാണ് നമ്മൾ ഫ്ലോട്ട്. ഇതും വേണം, ഒത്തോട്ട് മുകളിലോട്ടുള്ളതല്ല എനിക്ക് വേണം, അതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണേ ഉള്ളൂ, ഫ്രീസ് അല്ലെങ്കിൽ ഫ്ലോട്ട്. നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫ്രീസ് ചെയ്യുക, ആ സീറ്റ് നിങ്ങൾക്ക് ഉറപ്പായി. അതല്ല ഹയർ ഓപ്ഷൻസിലോട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ഒന്നും ഹയർ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനോ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനൊന്നും തരുന്നില്ല. പക്ഷേ ഓരോ റൗണ്ടിലും നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ഫർദർ അലോട്ട്മെൻറ്റ് നമ്മളെ പരിഗണിക്കില്ല. അതുകൊണ്ട് ഇതിലേതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയണമെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ ഈ അലോക്കേഷൻ പ്രോസസ്സിൽ പറയുന്ന മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഹയർ ഓപ്ഷൻസിനകത്ത് നമ്മളിപ്പം 2 ഹയർ ഓപ്ഷൻസ് കിടപ്പുണ്ട്, അവിടെ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫർദർ റൗണ്ടിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പം നമുക്കിപ്പം തിരുവനന്തപുരത്ത് ഒരു സീറ്റ് കിട്ടി, ഇനി ഇതിന് മുകളിൽ മൊഹാലിയോ പൂനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ പരിഗണിക്കപ്പെടാതെ പോകുന്നത് അവിടെ സീറ്റ് തീർന്നു എന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ഹയർ ഓപ്ഷൻസിനകത്ത് സീറ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫ്ലോട്ട് കൊണ്ട് പ്രയോജനമുള്ളൂ, മുമ്പോട്ട് നമ്മൾ പോവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ കൃത്യമായിരിക്കണം. കാരണം അവിടെ പിന്നെ നമുക്കൊരു റീഅറേഞ്ച്മെൻറ്റിനുള്ള പ്രൊവിഷൻ ഇല്ല. ഈ ഫ്രീസ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് സീറ്റ് ഫീസ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ക്വിറ്റ് ചെയ്യേണ്ട സമയത്തിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അതിപ്പോൾ ഈ ഓരോ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും അതിൻ്റെ നിയമങ്ങൾ പറയും, സീറ്റ് അക്സെപ്റ്റൻസ് ഫീസിൻ്റെ കാര്യം പറയും, ഏത് റൗണ്ട് വരെ ക്വിറ്റ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് പറയും. അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കണമെന്ന് മാത്രമേ. ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. അതെ, ഇത് സീറ്റ് ഫില്ലാകുന്നിടം വരെ ഇവർ റൗണ്ടുകൾ നടത്തും. അപ്പോൾ ചിലപ്പോൾ ഒരു ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത അലോക്കേഷനിൽ ആ സീറ്റ് ഫില്ലാകും, അടുത്ത ഹയർ ഓപ്ഷൻ ഉള്ളവർക്ക് സീറ്റ് ഫില്ലാകും. അപ്പോൾ അത് 10-11 റൗണ്ടുകളൊക്കെ ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ അത് എല്ലാ ഐസറുകളിലെയും ഉണ്ടാവില്ല, ഏതെങ്കിലുമൊക്കെ ഐസറുകളിലെ ഒരു സീറ്റുകളൊക്കെ ആയിരിക്കാം അത്ര റൗണ്ട്. ഒരു 4-ാമത്തെ റൗണ്ട് വരെയൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാ സീറ്റുകളും ഉണ്ടാവുക.
അപ്പം ഇതിനനുസരിച്ച് മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ സാറേ, ഒരു ക്യാമ്പസ് ലൈഫിൻ്റെ കാര്യത്തിൽ, ഒരു അക്കാഡമിക്കിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളുമുള്ള വളരെ വിശാലമായ, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം, ഇപ്പോൾ തിരുവനന്തപുരം ഐസറിനെ കുറിച്ച് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? എനിക്ക് തോന്നുന്ന ഐസറുകളിൽ ഏറ്റവും സുന്ദരമായ ക്യാമ്പസ് ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ഐസറാണ്. ശരി ശരി. സാറ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ വളരെ നല്ലതാണ് ഐസറുകളിൽ. അവർക്ക് നമ്മൾ വിചാരിക്കുന്നത് റിസർച്ച് ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ഒന്നും ഇല്ല. പക്ഷെ ഒരിക്കലും അല്ല. ഇന്റർ ഐസർ കോമ്പറ്റീഷൻസ് IISc-ങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, ഇനി ടെക്നിക്കലായിട്ടുള്ള കലാപരമായിട്ട് അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഐസറുകളിലെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള എക്സ്പോഷർ അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലേക്കും താല്പര്യമുള്ളവർക്ക് അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരം ഐസർ നമ്മളെ സംബന്ധിച്ച് ഒരു അഭിമാനമാണ്. കാരണം ഏറ്റവും അധികം സീറ്റ് ഇന്ത്യക്കുള്ളത് തിരുവനന്തപുരം ഐസർ 320 ഉണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫുഡ് കൾച്ചറൊക്കെ താല്പര്യമുള്ള ഒരു കുട്ടി ഈ നോർത്തിലേക്കൊക്കെ പോകാൻ താല്പര്യം ഇല്ലാത്ത ഒരാളുമാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഐസറുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറയുമ്പോൾ നേരിയ കാര്യങ്ങളുടെ പേരിലൊക്കെയാണ് നമ്മൾ ചില സബ്ജക്റ്റുകൾ ഒക്കെ നമുക്ക് അവിടെ പണ്ട് മുതലേ ഉണ്ട്. നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകതയുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ല. അതുപോലെ നമുക്ക് കൊൽക്കത്തയിലൊക്കെ പണ്ട് മുതലേ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നേ ഉള്ളൂ. തിരുവനന്തപുരം ഐസർ വളരെ നല്ല ഐസറാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, സ്വന്തമായിട്ടൊരു ക്യാമ്പസും എല്ലാം ആയതോടുകൂടി നല്ല രീതിയിൽ ഇൻടേക്ക് നടക്കുന്നുണ്ട്. അപ്പം വളരെ നല്ല ഐസർ തന്നെയാണ്. അപ്പം നമുക്കത് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാം, ധൈര്യമായിട്ട് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ. തീർച്ചയായിട്ടും നമ്മൾ മറ്റ് പല മേഖലകളെന്ന പോലെ തന്നെ JEE അഡ്വാൻസ്ഡും അതുപോലെ തന്നെ നീറ്റും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലൂടെയൊക്കെ പ്രയത്നിച്ചവർക്ക് ഐസറിൽ നല്ലൊരു റാങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഐസറുകളിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റുകളുടെ, നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മോൾഡ് ചെയ്യപ്പെടാം, എന്താണ് ആ പ്രോഡക്റ്റുകളുടെ സവിശേഷത, എവിടെയൊക്കെ നിങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെ ആയിരിക്കും ഐസർ 2026 ഈ ഒരു 5 ഇയർ BSMS പ്രോഗ്രാം അല്ലെങ്കിൽ BTechൻ്റെയോ എക്കണോമിക്സിൻ്റെയോ ഒക്കെ ഒരു പ്രോഗ്രാം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു പ്ലാനോടുകൂടി, ധാരണയോടുകൂടി ഈ 7 ഐസറുകളെയും നിങ്ങൾ നോക്കിക്കാണുകയും ഈ ഉള്ള പ്രോഗ്രാമുകളെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട് അത് റീഅറേഞ്ച് ചെയ്ത് ജൂലൈ 9 നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക. അതിനുശേഷം ഓരോ അലോട്ട്മെൻറ്റുകളാണ്. ആ ഓരോ അലോട്ട്മെൻറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് സൈറ്റിൽ നോക്കണം. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് നോക്കണം. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക് നോക്കണം. അവിടെ കാറ്റഗറി റാങ്കൊക്കെയാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്കിൽ കിടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയോ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുക, സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കുക. അത് ഒരിക്കൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. പിന്നെ ഈ ഫ്രീസ് അല്ലെ ഫ്ലോട്ട് എന്നുള്ള ആ ഓപ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ കൊടുത്തിരിക്കണം. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫർദർ റൗണ്ടുകൾ നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. നിങ്ങൾക്ക് ആ സീറ്റ് എടുത്ത് എന്നാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് സൈറ്റിൽ വരും. ആ സമയത്ത് എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് നിങ്ങൾക്ക് ഐസറുകളിൽ പോയി നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ കരുപ്പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം സാർ ഒത്തിരി നന്ദി. നമുക്ക് വീണ്ടും അടുത്തൊരു അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.